ഹായ് ഹലോ, നമ്മൾ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പം ഞാൻ 20 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തു, രണ്ടാമത് ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷയിലേക്ക് കയറാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 20 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്തത്. അപ്പം നമ്മൾ ഒന്നും കൂടി ചെയിൻ 1, ഈ ചെയിൻ 1 നമ്മൾ യൂസ് ചെയ്യില്ല. എന്നിട്ട് വീണ്ടും ഈ രണ്ടാമത്തെ ചെയിനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഹുക്കിനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റുക. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ചെയിൻസ് ഇതിൽ കാണാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൽ കൂടി നമ്മൾ ഹുക്കിട്ട് മുകളിലേക്ക് വലിച്ച് നൂലിനെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ചെയിൻസിനെ കാണാൻ പറ്റും, 3 റിങ്. അതിനെ ഒരുമിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കുക. കണ്ടോ, ഇതാണ് ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. വീണ്ടും ഒന്ന് ഈ നൂലിനെ ഒന്ന് ചുറ്റിയെടുക്കുക. രണ്ടാമത്തെ ചെയിനിൽ കൂടി ഉള്ളിലേക്ക് കയറ്റി നൂലിനെ വലിച്ച് ഉള്ളിലേക്ക് എടുക്കുക. 3 സ്റ്റിച്ച് ചെയിൻസ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ചുറ്റിയെടുക്കുക. വീണ്ടും ചുറ്റിച്ച് അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക, വലിച്ചെടുക്കുക നൂലിനെ. വീണ്ടും ഇങ്ങനെ ആയി കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ചുറ്റിച്ച് വലിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ നൂലിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. കണ്ടോ, ഇതാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. നൂലിനെ ഹുക്കിലൂടെ ചുറ്റിയെടുക്കുക, അടുത്ത സ്റ്റിച്ചിലൂടെ ഹുക്ക് കയറ്റി വീണ്ടും അതേ നൂലിനെ വലിച്ച് ഉള്ളിലേക്ക് കയറ്റി ചുറ്റിച്ചെടുക്കുക. ഞാൻ ചെയ്യാം വീണ്ടും. അപ്പോൾ നമ്മളിന്ന് തുടങ്ങിയത് തന്നെ ചെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ചെയ്യേണ്ട സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ പോയി കാണാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റോ ഓഫ് ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് റോയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ലാസ്റ്റ് ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ചെയിൻ 1, എന്നിട്ട് ഈ വർക്കിനെ റൊട്ടേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ചെയിനിനെ നമ്മൾ ഇപ്പോൾ ചെയിൻ 1 ചെയ്തില്ലേ, അത് ഫസ്റ്റ് ചെയിനെ നമ്മൾ എടുക്കില്ല. സെക്കൻഡ് ചെയിനിലേക്ക് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം ഹുക്കിനെ ഇങ്ങനെ തിരിച്ച് യാണിലൂടെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ ഫസ്റ്റ് ചെയിനിലൂടെ കയറ്റി വീണ്ടും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യണം. ഹുക്കിനെ ഒരു പ്രാവശ്യം ചുറ്റിയെടുത്ത് ഉള്ളിലൂടെ കയറ്റി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കിയ രണ്ട് നൂല് കാണാം, മുകളിലും താഴെയായിട്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ മോൾ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യുമ്പം നൂല് ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കണം. എന്നിട്ട് ഹുക്ക് കയറ്റേണ്ടത് 2 നൂലിൻ്റെയും ഉള്ളിൽ കൂടെ വേണം കയറ്റാൻ. ഒരു നൂലിൻ്റെ മാത്രമല്ല. ഒരു നൂലിൻ്റെ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുക, ഇങ്ങനെയല്ല, ഇങ്ങനെ 2 നൂലിൻ്റെയും കൂടെ ഉള്ളിലെടുത്ത് വലിച്ചെടുത്ത് വേണം നൂലിനെ യാൺ ഓവർ ചെയ്യാൻ. അങ്ങനെ നമ്മൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആവുകയാണ്. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം.
കംപ്ലീറ്റ് ആയി. ചെയിൻ 1 തിരിച്ചു പിടിക്കുക. വീണ്ടും നമ്മൾ സെക്കൻഡ് റോയിൽ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 5 റോ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരുപാട് ടൈറ്റായിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മോൾ ഭാഗവും താഴ്ഭാഗവും നമ്മൾ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇതിപ്പോൾ ഏകദേശം സെയിം ആണ്. ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ചെയ്യാതെ നോക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് കാണാൻ ഒരു ഫിനിഷിങ്ങോ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.